ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കുന്നത് 2025 ബീഹാർ എലക്ഷൻ അതിനെക്കുറിച്ചാണ്. എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുവശത്തുള്ള പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും സഖ്യകക്ഷികളും അതിദയനീയമായി പരാജയപ്പെട്ടു. അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം കോൺഗ്രസിൻ്റെ പതനമാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതം പോലും മറന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി അതികഠിന പ്രയത്നം ചെയ്യുമ്പോൾ ആ പ്രയത്നത്തിൻ്റെ ഫലമൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ കാര്യം. കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണയേക്കാൾ അവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് വളരെ കുറവാണ് ലഭിച്ചിരിക്കുന്നത്. കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായ ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബഭരണമാണ്. ഒരു കുടുംബമാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കുടുംബമാണ് ഒരു പരിധിവരെ ബീഹാർ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു കുടുംബ കാഴ്ച തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. അതിൽ ഒട്ടേറെ അഴിമതി കേസുകൾ ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിലുണ്ട്. അദ്ദേഹം പല അഴിമതി കേസുകളിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽവാസം വരെ അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അഴിമതിയും ഏകാധിപത്യ പ്രവണതകളുമുള്ള ഒരു കക്ഷിയുമായി രാഹുൽ ഗാന്ധി ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു. അതാണ് പരാജയത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിനൊന്നും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവില്ലാത്ത ഒരു മനുഷ്യനാണ്. നരേന്ദ്രമോദിയോ അതുപോലെ തന്നെ അമിത്ഷായോ പ്രസംഗിക്കുന്നത് പോലെ വാക്കുകൾ ഒന്നിൻ്റെ പിറകെ ഒന്നായി വന്നുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള പ്രസംഗശേഷി, പല നർമ്മങ്ങളും പൊതുവേദികളിൽ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടും വാക്കുകൾ ഒന്നൊന്നായി പിറകെ വന്നുകൊണ്ട് അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു ശേഷിയൊന്നും ഖാർഗയ്ക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടാൻ പ്രയാസപ്പെടുന്ന പല സംഗതികളും നമുക്ക് ദൃശ്യമാണ്. പാർലമെൻറ്റിലാകട്ടെ, പത്രസമ്മേളനങ്ങളിലാകട്ടെ, പൊതുവേദികളിലാകട്ടെ അദ്ദേഹം സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്ന പല കാഴ്ചകളും നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഗാന്ധിജിയുടെ ശിഷ്യന്മാരായിട്ട് ഇവർ നയിക്കുന്ന ആഡംബര ജീവിതങ്ങൾ പല വേദികളിലും പൊതുസ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആഡംബരമായി ജീവിക്കുന്ന പല നേതാക്കന്മാരും അതുപോലെ തന്നെ പരസ്പരം പഴിചാരിക്കൊണ്ട് ഗ്രൂപ്പുകൾ തിരിഞ്ഞുകൊണ്ട്
സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഇവർ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ തന്നെ കോൺഗ്രസ് രണ്ട് തട്ടിലായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പ് വഴക്കുകളും ലളിത ജീവിതങ്ങളും നയിച്ചുകൊണ്ട് വഴക്കുകളില്ലാതായിക്കൊണ്ട് രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ലോകത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തും എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും എല്ലാവർക്കും വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം മിക്ക സ്ഥലങ്ങളിലും പറയുമ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അവർ സംസാരിക്കാറേയില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അകന്നു പോകുകയും ഈ പ്രസ്ഥാനം ചിലപ്പോൾ ഇനിയും പുരോഗമിക്കാതെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാതെ ഒരു പാർട്ടിയായി തീരും എന്നുള്ളത് കാര്യത്തിൽ സത്യമാണ്. അപ്പോൾ ഇവർ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി നല്ല ലീഡർഷിപ്പുള്ള ആളുകളെ രംഗത്ത് കൊണ്ടുവരികയും ലളിത ജീവിതം നയിക്കുകയും ആഡംബരമായുള്ള ജീവിതശൈലി മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പ്രസ്ഥാനത്തിനെ രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.